മച്ചു അവര് പള്ളിന്ന് ഇറങ്ങിട്ടാ. അതെ തോപ്പുമടി പോണല്ലോ. ഇപ്പഴാ വെയിറ്റ് ചെയ്യട്ടാ. ആഴ്ചയിലൊരിക്കണ ഇവരൊക്കെ ഒന്ന് അടുത്ത് കാണാൻ കിട്ടണത് അപ്പോഴാണ്. ആര്? റോസ് വില്ലയിലെ മാലാകന്മാര് വായം പൊളിച്ച് ഒന്നൊപ്പം വരും. വന്നടാ. ഇതെന്താണ്? ഇതുങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് ചോര കുടിച്ച് തീർക്കുമല്ല. ഇപ്പൊ നിങ്ങളുടെ കൊണ്ടുപോ സാഹിബ്, കണ്ടതൊക്കെ മതി. ഓരോന്ന് ഇറങ്ങിക്കൊള്ളു ഫോട്ടോ കാണാനായിട്ട്. ഓ ഇവൾക്കൊക്കെ എന്താണല്ലോ എവിടെ മക്കളെ ഒന്ന് കാണട്ടെ. എട്ടിയെങ്കിലും കൂടി ഒന്ന് കാണട്ടെ കബീറെ. ഈ ആനയുടെ ഫോട്ടോ അങ്ങോട്ട് ക്ലിയർ ആയില്ലടാ. ആനയൊക്കെ ഏജോറായില്ലെങ്കിൽ പിന്നെ നീ ആനയുടെ പഴയ ഫോട്ടോ ഒന്ന് കാണണം. ഒരുത്തനും കുടുംബത്തിൽ കിടന്നിറങ്ങൂല ഇപ്പോഴും. ഞാൻ നിന്റെ വീട്ടിലേക്കാ പോണേ. ഇത് ഞാൻ അവിടെ കൊടുത്തോളാം. അവൾ പോട്ടടാ, നീ വിഷയാക്കണ്ട. അവളെങ്ങനെ കേസ് കൊടുത്ത നമ്മയൊക്കെ തൂങ്ങും. പണിയായാലും ഇപ്പൊ എന്നെ കുടുംബക്കാരെ കൊല്ല. അതൊക്കെ കലങ്ങും. ആ സായിപ്പേ, ഹലോ ഹലോ, ബ്യൂട്ടിഫുൾ ഗേൾസ്. പണിക്കുറ്റം തീർന്ന പാർട്ടിയാണ്. ഞാൻ ഇപ്പോഴല്ലേ മൂത്തിട്ട് നോക്കിയത്. എന്താ ഏഞ്ചൽ, ഇത് നിന്റെ ബ്രദറിന്റെ. അവൻ ജംഗ്ഷനിൽ വരുന്നത് ഓട്ടോ ഓടിക്കാനല്ല, ഫോട്ടോ എടുക്കാനാ. അറിയാലോ, വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ ജീവിക്കുന്നത്. ഉപദ്രവിക്കരുതെന്ന് അവനോട് പറയണം. ഇനി ഇതുകൊണ്ട് അവൻ ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുക്കരുത്. നീ എന്താ പെണ്ണെ കാണിച്ചേ? ഒച്ച എടുക്കണ്ട. ബാത്റൂമിൽ കയറി ഉമ്മയും മോളൊന്ന് ചെക്ക് ചെയ്തോ. മകൻ ചിലപ്പോ ക്യാമറ വെച്ചിട്ടുണ്ടാവും. ഈ പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ ആളില്ലേ ഇവിടെ? ഒന്ന് വേഗം പാടോ. താനെന്താണോ രാവിലെ കാടിച്ചാവാനറിയണം? കാല് തെറ്റിപ്പോയതാ. എവനൊക്കെ എവിടെ നിന്ന് വരണ? ബോട്ടിൽ കയറണ ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഈ ബോട്ടും വഞ്ചിയൊന്നും ഇല്ലല്ലോ. എവിടുന്നാ പറഞ്ഞേ? രാജകുമാരി. അതല്ല, ഏതോ നാട്ടിൽ നിന്നാ ചോദിച്ചേ? അത് തന്നെ ഏട്ടായി പറഞ്ഞേ. രാജകുമാരി ഈ കോതമംഗലം നേര്യമംഗലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുവഴി നേരെ കിഴക്കോട്ട് പോയാ മതി. രാജകുമാരി സിറ്റി വലിയ ഫേമസ് അല്ലായോ? രാജകുമാരനെ എങ്ങോട്ടാ എഴുന്നള്ളുന്നേ? ഇവിടെ ബോട്ട് വെച്ചിലൊരു ജോലി കിട്ടിയിട്ട് വന്നതാണ്. നമ്മുടെ സൈമൺ സീ ഫുഡ്സില് കേട്ടിട്ടില്ലേ? ഈശോയെ, ദേ കപ്പല്. എന്റെ കുരിശുപള്ളി മാതാവേ, ഞാൻ എന്നതായി കാണുന്നേ? ചേട്ടായി നോക്കിയേ മാതാവ. ഒന്ന് വെറുതെ ഇത് എവിടെന്നാണ് വരണത്? പിന്നെ മാതാവ. ഓ, എന്നാ ഒരു നിറവാ എന്റെ മാതാവേ. പാലപ്പത്തിന്റെ നിറമല്ലായോ? ഹലോ, ഒന്ന് മിണ്ടാരിടാ. എന്നാ സ്ഥലം എത്തുമ്പോ പറഞ്ഞേക്കാട്ടാ. അതുവരെ താനിഞ്ഞ് മിണ്ടാലണ്ടല്ല. ഞാൻ ഈ വണ്ടി ഓടിച്ചോണ്ടേ കായലിൽ തത്തും. വണ്ടി കയറിയപ്പോ തുടങ്ങിയ കത്തിയാണ്. ഓ, ഞാനൊന്നും മിണ്ടല്ലേ. കൺട്രോൾ പോയി കിടക്കണേ. എന്താ സിസിലി? അയ്യോ, ചിരി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കളയല്ലേ. ചിരിക്കണ്ടേ? നല്ല തമാശയാണ്. എന്നോട് പറ, ഞാൻ ചിരിക്കാം. അല്ല, മുതലാളി കുറെ നേരമായല്ലോ സൗന്ദര്യം നോക്കണേ. നീയോ നോക്കുന്നില്ല, ഞാനെങ്കിലും നോക്കണ്ടേ സിസിലി? പണിയെടുക്ക് വേണ്ടേ? പഴുത്ത് തുടങ്ങിട്ടോ. നല്ല കുടിയാണല്ലേ. കംപ്ലീറ്റ് ലേഡീസ് ആണല്ലോ ഇച്ചായ. ഹലോ, ആരാ? ഞാനോ? എബി. എബിയോ? അച്ഛൻ പറഞ്ഞിട്ട് വന്ന. ഏതച്ഛൻ? ആരുടെ അച്ഛൻ? രാജകുമാരിയിലെ ബദ്രഹീമിലെ പൗലോസ് അച്ഛൻ ഇല്ലയോ? ഇന്നലെ വിളിച്ചായിരുന്നല്ലോ, കത്ത് തന്നിട്ടുണ്ട്. ഓ, ആ കുരിശ് ഈ രൂപത്തിലാണോ? നീങ്ങ വന്നേ. പുള്ളി നമ്മുടെ സ്വന്തം ആളാട്ടോ. ഞാനിവിടെയൊക്കെ തന്നെ കാണും. കാണാം.
ജീപ്പ് വെച്ചെന്നുണ്ടല്ലോ പോട്ടെ. എന്റെ തൊഴിലാളി മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ പൗലോസ് നിന്നെ കൊണ്ട് വിട്ടത്? ആ ഇരിക്കെ. പൗലോസ് അച്ഛൻ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ശരിക്കും പരിചയമായി പോയി. അതുകൊണ്ടല്ല ഇച്ചായനെ ആദ്യമായിട്ട് കാണുകൊണ്ടില്ല എനിക്ക് പെട്ടെന്ന് മനസ്സിലായേ. എന്നെ കുറിച്ച് എല്ലാ അച്ഛനും എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. പൗലോസ് അച്ഛൻ പറഞ്ഞ പോലെ കണ്ടിട്ട് നീ ആൾ അത്ര വെടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. അയ്യോ ഇച്ചായ സത്യമായിട്ട് ഞാൻ ഡീസന്റാ. പൗലോസ് അച്ഛൻ പറഞ്ഞല്ലേ, എന്തായാലും പെട്ടിയും കിടക്കായിട്ട് വരികയും ചെയ്തു. തൽക്കാലം ഇവിടെ കൂടിക്കും. ഇവിടെയോ? എന്നെ നാറ്റം വന്നേ. ഇവിടെ എങ്ങനെ മനുഷ്യന്മാര് താമസിക്കണേ? ഇത് അത്തർ കമ്പനി അല്ല. ഞാൻ ഇച്ചാന്റെ വീട്ടിൽ താമസിച്ചോളാം. നല്ല കാര്യായി. എന്നാ പിന്നെ വല്ല ലോഡ്ജിലോ മറ്റോ കൂടിക്കോളാം. വാടകാശിന്റെ മറ്റോ കൊടുക്കുവോ? എടാ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാ, അതിനൊക്കെ മുടിഞ്ഞ കാശാ. പിന്നെ ഒരു സ്ഥലമുണ്ട്, പണ്ട് എനിക്ക് പണയമായിട്ട് കിട്ടിയൊരു പഴയ ബംഗ്ലാവാ. അതിന്റെ മേലത്തെ നില ഒഴിഞ്ഞു കിടക്കുക. നീ അവിടെ കുടിക്കോ? അങ്ങനെ വഴിക്കുവാ. മാതാവിന് ഒരു കൂടെ മെഴുകുതിരി നിറഞ്ഞാ ഞാൻ പോന്നെ. പിന്നെ ഒരു കാര്യം, ആ വീടിന്റെ താഴത്തെ നിലയില് 3 സ്ത്രീകളാ താമസിക്കുന്നത്. ആ വീടിന്റെ അവകാശികളാ അവര്. ഓ നന്നായി. മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആളുണ്ടല്ലോ, ബോറടിക്കില്ല. നീ അങ്ങനെ ബോറടി മാറ്റണ്ട. മാത്രമല്ല ആ ഭാഗത്തേക്ക് നീ നോക്കണ്ട. ഇവിടുത്തെ തിരക്കൊന്നും ഒഴിയട്ടെ, ഞാൻ കൂടെ വന്ന് എല്ലാം ഏർപ്പാടാക്കി തരാം. പിന്നെ ഇച്ചാന വഴിയെന്ന് പറഞ്ഞേ ഞാൻ പൊക്കളാന്നേ. എടാ അത് ഇത്തിരി ദൂരെയാ. അതൊന്നും സാരമില്ല. എന്താ അവിടുത്തെ പേര് പറഞ്ഞേ? റോസ് വില്ല. അത് കഴിഞ്ഞില്ലേ അനി? നോ. ഏഞ്ച് പോയപ്പം വെള്ളനൂല് വാങ്ങുന്ന കാര്യം പറയാൻ മറന്നുപോയി. ഒരു സെൽഫോൺ വാങ്ങാൻ പറയണം അവളുടെ അടുത്ത്. മറക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരുമ്പോ വിളിച്ചു പറയാലോ. വേഗം പറയണേ, എന്നിട്ട് വേണം അവൾക്ക് ഹെലൻ ഗ്രാൻഡ്മയുടെ ഗോസ്റ്റ് കയറാൻ. വന്നെന്ന് തോന്നുന്നു. ഹലോ അനി, മേഴ്സി എവിടെ? What you want? ഓ വെറുതെ അല്ല, കാര്യം നമ്മ ഇവിടെ അടുത്താണ് താമസിക്കണെങ്കിലും നിങ്ങയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായില്ല. ഓരോരോ തിരക്ക്, ഈ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ. അത് എഡിയുടെ ബിസിനസ് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനായി ഒരുത്തിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ. ഹൈ ഡോണ, അതെന്റെ അകന്ന റിലേഷനിൽപ്പെട്ടൊരു കുട്ടിയാ. കൊറേ ആയി ഞങ്ങൾ ഓൺ ചെയ്യുന്നു. ഇനി നൈറ്റിൽ അവിടെ കാറുകൾ വരുന്നത് കണ്ട ആ ഹൗസ് ഓണർക്ക് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. അയ്യോ ചതിക്കല്ലേ, ജീവിക്കണ്ടേ മേഴ്സി? ജീവിക്കാൻ ഇങ്ങനെ ഒരു ജോബേ എഡിക്ക് കിട്ടിയുള്ളൂ. അയ്യോ നമ്മക്കല്ല, ഡോണക്ക് കാണാൻ സൗന്ദര്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. അത് വാങ്ങാൻ ധാരാളം ടൂറിസ്റ്റുകളും വരണുണ്ട്. ചോദിക്കണ മണിയും കിട്ടും. പിന്നെന്നാണ് പ്രോബ്ലം? പിന്നെ നിങ്ങ അറിഞ്ഞ ഡോണ കാറ് വാങ്ങാൻ പോണേണ്. നിങ്ങ ഒന്ന് മനസ്സിൽ വെച്ചാ നിങ്ങക്ക് മേടിക്കാൻ കാറ് എല്ലാ സെറ്റപ്പ് ഈ എഡിയെങ്കിലും ചെയ്തു തരാം. അവളെ നിങ്ങ പേടിച്ചാ മതി. അല്ലെങ്കിൽ തന്നെ അവള് നിങ്ങളെ മദറൊന്നും അല്ലല്ല. പിന്നെ എന്താ നിങ്ങ അവളെ പേടിച്ചിരിക്കുന്നത്? അവൾ ഒരുത്തിയ നിങ്ങളെയൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്. അതെ, ഞാനേ ഒരു കേക്കിന് ഓർഡർ കൊടുക്കാൻ വന്നു. പിന്നെ മോളെ എഡിയങ്ങള് അത് അനിയെ വിട്. മേഴ്സി പാവം, അവളിങ്ങനെ നിർത്തിയാ മതിയോ? അവക്കും വേണ്ട ഒരു ലൈഫ്. നീ കണ്ടോ, ഒരിക്കൽ നിന്റെ ഈ ആന്റിമാരെയൊക്കെ നമ്മ ഇവിടുന്ന് ചാടിക്കും. വേണ്ടി വന്നാ നിന്നെ ചാടിക്കും, കുറിച്ചിട്ടോടി. എന്നിട്ട് കഞ്ചാവ് പൊടിച്ച് ഒട്ടായി നടക്കുന്ന സായിപ്പന്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട്. പിശാചേ, സായിപ്പന്മാർക്ക് മാത്രം